ഹമാസിനെ ഹിസ്ബുള്ളയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴും പ്രാകൃതമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ഈ ഹൂത്തികളെ സംബന്ധിച്ച് യമനിൽ ഇപ്പോൾ അവിടെ ഒരു സ്ഥിരമായ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇവരാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ ഇസ്രായേൽ അവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും അത് പവർ സ്റ്റേഷനൊക്കെ തകർത്തിരുന്നു. അതുകൂടാതെ ഇപ്പോൾ അമേരിക്കയും അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തി. ഈ 2 ദിവസങ്ങളിലായി നടന്ന ആക്രമണങ്ങളാണ് ഒരുപക്ഷെ യമന്റെ ചരിത്രത്തിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും ശക്തമായ വ്യോമാക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ തോതിലുള്ള ആളുനാശവും അതുപോലെ കെട്ടിടങ്ങളും ഒക്കെ തകർന്നടിഞ്ഞു. ഇവരുടെ പ്രധാന സംവിധാനങ്ങൾ പലതും ഇല്ലാതായി എന്നാണ് പറയപ്പെടുന്നത്. എത്ര കൊണ്ടാലും, അല്ലെങ്കിൽ മലയാളത്തിൽ ചൊല്ലുണ്ട് വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ളത്, വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞു വരുത്തി അമേരിക്കയെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ അവരുടെ ആക്രമണം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഹൂത്തി മുതിർത്തിയിരിക്കുന്നത്. ഇവരുടെയും പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രായേലും അമേരിക്കയും എല്ലാം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള നേതാക്കന്മാർ എവിടെയാണ് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഇവരെ സഹായിച്ചുകൊണ്ടിരുന്ന ഇറാൻ തന്നെ ഇപ്പോൾ അവരോട് നിരന്തരമായി അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ദയവായി ആക്രമിക്കരുത് എന്നാണ്. ഇനി നിങ്ങൾ അധികകാലം ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടാൽ പിന്നെ അമേരിക്കയും ഇസ്രായേലും എല്ലാം കൂടെ ഇറാന്റെ നേരെ വന്നാൽ ഇറാൻ എന്ന രാജ്യം പോലും കാണില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇനി ആക്രമിക്കരുത് എന്നാണ് ഇറാൻ ഇവരുടെ കാലുപിടിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ തന്നെ കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഹൂത്തികൾ ഈ ആക്രമണം നടത്തുന്നത്. എന്താണെങ്കിലും ഈ 2 ദിവസം കൊണ്ട് ഇന്നലെയും ഇന്നുമായി അതിഭീകരമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ യമനിൽ നടന്നിരിക്കുന്നത്. ഹൂത്തികൾ തങ്ങൾ കാണിച്ച അബദ്ധത്തിന് വലിയ വില തന്നെ നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പറയുന്നത്.